നമസ്കാരം. നഴ്സസ് മോട്ടീവ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മസിൽസ് ഓഫ് ദി തൊറാക്സ് ദാറ്റ് അസിസ്റ്റ് ഇൻ ബ്രീത്തിങ് നോക്കാം. അതായത് ബ്രീത്തിങ്ങിന് സഹായിക്കുന്ന തൊറാക്സിലുള്ള മസിൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. The muscles of the thorax or chest alter the size of the thoracic cavity so that breathing can occur. എങ്ങനെയാണ് ബ്രീത്തിങ് സംഭവിക്കുന്നത്? തൊറാക്സിക് ക്യാവിറ്റീൻ്റെ സൈസ് കൂടുകയും കുറയുകയും ചെയ്യുമ്പോഴാണ്. തൊറാക്സിക് ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ നെഞ്ചിൻ കൂടിൻ്റെ സൈസ് കൂടുകയും കുറയുകയും ചെയ്യുമ്പോഴാണ് അവിടെ ബ്രീത്തിങ് സംഭവിക്കുന്നത്. ഈ നെഞ്ചിൻ കൂടിൻ്റെ സൈസ് ആരാണ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്? മസിൽസ് ഓഫ് ദി തൊറാക്സ് ഓർ ചെസ്റ്റ് ആൾട്ടർ ദ സൈസ് ഓഫ് ദി തൊറാക്സിക് ക്യാവിറ്റി. അതായത് നമ്മളെ തൊറാക്സിലുള്ള മസിൽസാണ് ഈ തൊറാക്സിക് ക്യാവിറ്റീൻ്റെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. അങ്ങനെ കൂടുകയും കുറയുകയും ചെയ്യുമ്പോഴാണ് അവിടെ ബ്രീത്തിങ് സംഭവിക്കുന്നത്. ഇൻഹലേഷൻ അഥവാ ബ്രീത്തിങ് ഇൻ, ശ്വാസം ഉള്ളിലേക്കെടുക്കൽ, ഒക്കേഴ്സ് വെൻ ദി തൊറാക്സിക് ക്യാവിറ്റി ഇൻക്രീസസ് ഇൻ ദ സൈസ്. തൊറാക്സിക് ക്യാവിറ്റീൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ ഇൻഹലേഷൻ നടക്കും. എക്സലേഷൻ നേരെ ഓപ്പോസിറ്റ്, ബ്രീത്തിങ് ഔട്ട്, ഒക്കേഴ്സ് വെൻ ദി തൊറാക്സിക് ക്യാവിറ്റി ഡിക്രീസസ് ഇൻ സൈസ്. തൊറാക്സിക് ക്യാവിറ്റീൻ്റെ സൈസ് ഡിക്രീസ് ചെയ്യുമ്പം ബ്രീത്തിങ് ഔട്ട് അഥവാ എക്സലേഷൻ നടക്കും. തൊറാക്സിക് ക്യാവിറ്റീൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പം ബ്രീത്തിങ് ഇൻ അഥവാ ഇൻഹലേഷൻ നടക്കും. നമ്മളിപ്പോൾ പഠിക്കുന്നത് മസിൽസ് ഓഫ് ദി തൊറാക്സ് ദാറ്റ് അസിസ്റ്റ് ഇൻ ബ്രീത്തിങ്. ബ്രീത്തിങ്ങിന് സഹായിക്കുന്ന തൊറാക്സിലുള്ള മസിൽസാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ബ്രീത്തിങ്ങിന് സഹായിക്കുന്ന മെയിനായിട്ടുള്ള തൊറാക്സിലുള്ള മസിൽ എന്ന് പറയുന്നത് ഡയഫ്രം ആണ്. ദി ഡോം ഷേപ്ഡ് ഡയഫ്രം. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ റൈറ്റ് സൈഡിലത്തെ പിക്ചർ വെച്ചത്. ഈ ഒരു ഷേപ്പിനെയാണ് നമ്മൾ ഡോം ഷേപ്ഡ് എന്ന് പറയുന്നത്. ഒരു ബൗൾ കമിഴ്ത്തി വെച്ചാൽ എങ്ങനെയാണ് ഉണ്ടാവുക, ആ ഷേപ്പിനെയാണ് നമ്മൾ ഡോം ഷേപ്ഡ് എന്ന് പറയുന്നത്. ഡോം ഷേപ്ഡ് ഡയഫ്രം ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മസിൽ ദാറ്റ് പവേഴ്സ് ബ്രീത്തിങ്. ലെഫ്റ്റ് സൈഡിലത്തെ പിക്ചറിൽ ഡയഫ്രം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ കോൺവെക്സ് എന്താണ്, കോൺകേവ് എന്താണെന്ന് മനസ്സിലാക്കണം. കോൺകേവ് സർഫേസ് എന്താണ്, കോൺവെക്സ് സർഫേസ് എന്താണ്. മുകളിലത്തെ യെല്ലോ കളർ പിക്ചറിൻ്റെ അകത്ത് റൈറ്റ് സൈഡിൽ കുഴി പോലെ വരുന്ന ഭാഗത്തിനെയാണ് കോൺകേവ് എന്ന് പറയുന്നത്. താഴെ പിങ്ക് കളറിലാവുമ്പം കുഴി വരുന്ന ഭാഗം ഏതാണ്? ലെഫ്റ്റ് സൈഡിലാണ്. അതിനെ കോൺകേവ് എന്ന് പറയും. നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗം, അതായത് കുറച്ച് ഡോം ഷേപ്പായിട്ട് വരുന്ന ഭാഗത്തിനെയാണ് നമ്മൾ കോൺവെക്സ് സർഫേസ് എന്ന് പറയുന്നത്. മുകളിൽ യെല്ലോ കളറിലെ പിക്ചറിൽ ലെഫ്റ്റ് സൈഡിൽ കോൺവെക്സും റൈറ്റ് സൈഡിൽ കോൺകേവും, താഴെ പിങ്ക് കളർ പിക്ചറിൽ ലെഫ്റ്റ് സൈഡിൽ കോൺകേവും റൈറ്റ് സൈഡിൽ കോൺവെക്സും. ഇത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഒരു ബൗൾ എടുത്തു കഴിഞ്ഞാൽ ആ ബൗളിൻ്റെ കുഴിയുള്ള ഭാഗത്തിന് കോൺകേവ് എന്നും പുറമേയുള്ള ഭാഗത്തിന് കോൺവെക്സ് എന്നും പറയും. ഇനി ക്ലാസ്സിലേക്ക് വരാം. ദ ഡോം ഷേപ്ഡ് ഡയഫ്രം ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മസിൽ ദാറ്റ് പവേഴ്സ് ബ്രീത്തിങ്. ബ്രീത്തിങ്ങിനെ സഹായിക്കുന്ന മെയിനായിട്ടുള്ള തൊറാക്സിലുള്ള മസിൽസ് എന്ന് പറയുന്നത് ഡോം ഷേപ്ഡ് ഡയഫ്രം ആണ്. ഇറ്റ് ഓൾസോ സെപ്പറേറ്റ്സ് ദ തൊറാക്സിക് ആൻഡ് അബ്ഡോമിനൽ ക്യാവിറ്റി. അതായത് ഈ ഡയഫ്രം എവിടെയാണ് വരുന്നത്? നമ്മളെ തൊറാക്സിക് ക്യാവിറ്റീൻ്റെയും അബ്ഡോമിനൽ ക്യാവിറ്റീൻ്റെയും നടുക്കായിട്ടാണ് ഈ ഡയഫ്രം വരുന്നത്. തൊറാക്സിക് ക്യാവിറ്റി എന്താണ്, അബ്ഡോമിനൽ ക്യാവിറ്റി എന്താണെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. ഓൾറെഡി നമ്മൾ മുന്നിലുള്ള ക്ലാസ്സിൽ പഠിച്ചതാണ്. തൊറാക്സിക് ക്യാവിറ്റി മുകളിലുള്ളത്, നെഞ്ചിൻ ഭാഗത്തുള്ളത്. അബ്ഡോമിനൽ ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ താഴെ നമ്മളെ വയറിൻ്റെ ഭാഗത്തുള്ള ക്യാവിറ്റി. ഇതിൻ്റെ രണ്ടിൻ്റെ നടുക്കായിട്ടാണ് ഡയഫ്രം വരുന്നത്. ഈ ഡയഫ്രത്തിന് ഒരു കോൺവെക്സ് സുപ്പീരിയർ സർഫേസും ഉണ്ട്, കോൺകേവ് ഇൻഫീരിയർ സർഫേസും ഉണ്ട്. ഈ കോൺവെക്സ് സുപ്പീരിയർ സർഫേസ് ഫോംസ് ദി ഫ്ലോർ ഓഫ് ദി തൊറാക്സിക് ക്യാവിറ്റി. മുകളിലുള്ള തൊറാക്സിക് ക്യാവിറ്റീൻ്റെ ഫ്ലോർ ആയിട്ടാണ് നമ്മുടെ ഡയഫ്രത്തിൻ്റെ കോൺവെക്സ് സുപ്പീരിയർ സർഫേസ് വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഡയഫ്രത്തിൻ്റെ ഇൻഫീരിയർ സർഫേസ് എന്ന് പറയുന്നത് കോൺകേവ് ആണ്. ഇത് നമ്മളെ അബ്ഡോമിനൽ ക്യാവിറ്റീൻ്റെ റൂഫായിട്ടാണ് വരാം. ഇനി റൂഫും ഫ്ലോറും എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. ഫ്ലോർ എന്ന് പറഞ്ഞാൽ നിലം, റൂഫ് എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗം. ഓക്കെ, അതായത് മുകളിലുള്ള തൊറാക്സിക് ക്യാവിറ്റീൻ്റെ ഫ്ലോർ എന്ന് പറഞ്ഞാൽ താഴെ ഭാഗം. ആ താഴെ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഡയഫ്രത്തിൻ്റെ സുപ്പീരിയർ കോൺവെക്സ് സർഫേസ് ആണ്. കൂടുതൽ വിശദീകരിച്ചിട്ട് ഞാൻ കൺഫ്യൂഷൻ ആക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദ ഡയഫ്രം ഹാസ് എ കോൺവെക്സ് സുപ്പീരിയർ സർഫേസ് ദാറ്റ് ഫോംസ് ദ ഫ്ലോർ ഓഫ് ദി തൊറാക്സിക് ക്യാവിറ്റി ആൻഡ് എ കോൺകേവ് ഇൻഫീരിയർ സർഫേസ് ദാറ്റ് ഫോംസ് ദി റൂഫ് ഓഫ് ദി അബ്ഡോമിനൽ ക്യാവിറ്റി. ഇനി നിങ്ങൾ ഈ റൈറ്റ് സൈഡിലത്തെ പിക്ചർ നോക്ക്. ഇത് നമ്മളെ ഡയഫ്രത്തിൻ്റെ ഇൻഫീരിയർ വ്യൂ ആണ്. നമ്മൾ ഓൾറെഡി മസ്കുലർ സിസ്റ്റം പഠിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഓരോ മസിൽസ് പഠിക്കുമ്പോൾ അതിൻ്റെ ഒറിജിനും ഇൻസേർഷനും നമ്മൾ അറിഞ്ഞിരിക്കണമെന്ന്. അപ്പോൾ നമുക്കിപ്പം അതിൻ്റെ ഒറിജിൻ നോക്കാം. എവിടെ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നതെന്ന്. ദ പെറിഫറൽ മസ്കുലർ പോർഷൻ ഓഫ് ദി ഡയഫ്രം ഒറിജിനേറ്റ്സ്. എവിടെ നിന്നൊക്കെയാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? അതിൻ്റെ മസ്കുലർ പോർഷൻ സിഫോയിഡ് പ്രോസസ് ഓഫ് ദി സ്റ്റേർണം, ഇൻഫീരിയർ 6 റിബ്സ് ആൻഡ് ദിയർ കോസ്റ്റൽ കാർട്ടിലേജസ്, ലംബാർ വെർട്ടിബ്രേ ആൻഡ് ദിയർ ഇൻ്റർവെർട്ടിബ്രൽ ഡിസ്ക് ആൻഡ് ദി 12th റിബ്. ഇത് ഓരോന്നും എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമ്മളിത് പഠിച്ചു കഴിഞ്ഞതാണ്. അതുപോലെ റൈറ്റ് സൈഡിലത്തെ പിക്ചറിൽ എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് മനസ്സിലാക്കി വെക്കണം. ആ പിക്ചർ കുറച്ചും കൂടി വലുതാക്കിയിട്ടുള്ള
അതാണിത്. നിങ്ങൾ ആ ഫസ്റ്റിൽ കാണിച്ചു തന്ന പിക്ചറും ഈ പിക്ചറും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. സിഫോയിഡ് പ്രോസസ്സ് ഇവിടെ ഏറ്റവും ടോപ്പിൽ, ആ ഫസ്റ്റിലത്തെ പിക്ചറിൻ്റെ അകത്ത് സിഫോയിഡ് പ്രോസസ്സ് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് അറിയാം സിഫോയിഡ് പ്രോസസ്സ് എന്താണെന്നൊക്കെ. ഓക്കെ, ദ പെരിഫറൽ മസ്കുലർ പോർഷൻസ് ഓഫ് ദി ഡയഫ്രം ഒറിജിനേറ്റ്സ് ഓൺ ദി സിഫോയിഡ് പ്രോസസ്സ് ഓഫ് ദി സ്റ്റേർണം. അടുത്തത് ഇൻഫീരിയർ 6 റിബ്സും അതിൻ്റെ കോസ്റ്റൽ കാർട്ടിലേജും. പിന്നെ അടുത്തത് ലംബാർ വേർട്ടിബ്രയും അതിൻ്റെ ഇൻ്റർവേർട്ടിബിൾ ഡിസ്കും ആൻഡ് ദി 12th റിബ്. ഇത്രയും സ്ഥലത്തു നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒറിജിൻ നമ്മൾ പഠിച്ചു. ഇനി ഇൻസേർഷൻ എവിടെയാണെന്ന് നോക്കണം. ഇവിടെ നല്ല ഒറിജിനേറ്റ് ചെയ്തിട്ട് ഇതെല്ലാം കൺവേർജ് ചെയ്തിട്ട് മടങ്ങിയിട്ട് ഇതെവിടെയാണ് പോയിട്ട് ഇൻസേർട്ട് ചെയ്യുന്നത്? സെൻട്രൽ ടെൻഡൻ. ഈ പിക്ചറിൽ തന്നെ ആ നടുക്കായിട്ട്, ആ മസിലിൻ്റെ നടുക്കായിട്ട്, ഡയഫ്രത്തിൻ്റെ ആ നടുക്കായിട്ട് വരുന്ന വൈറ്റ് കളർ വലിയൊരു പോർഷൻ ഇല്ലേ, അതിനെയാണ് നമ്മൾ സെൻട്രൽ ടെൻഡൻ എന്ന് പറയുന്നത്. ഇവിടത്തേക്ക് പോയിട്ടാണ് നമ്മളെ മസ്കുലാർ പോർഷൻസ് കൺവേർജ് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡയഫ്രം എന്ന് പറഞ്ഞ മസിലിൻ്റെ ഒറിജിൻ ഏതൊക്കെയാണെന്ന് പഠിച്ചു. അത് പോയിട്ട് ഇൻസേർട്ട് ചെയ്യുന്നത് സെൻട്രൽ ടെൻഡൻ, അതാണ് ആ വൈറ്റ് കളറിലുള്ളത്. ഒരു കാര്യം കൂടി, ഈ സെൻട്രൽ ടെൻഡൻ ഫ്യൂസസ് വിത്ത് ദി പെരികാർഡിയം ആൻഡ് പ്ലൂറേ, അതായത് കവറിങ് ഓഫ് ദ ഹാർട്ടും കവറിങ് ഓഫ് ദ ലങ്സും. ഹാർട്ടിൻ്റെ കവറിങ്ങിലും ലങ്സിൻ്റെ കവറിങ്ങിൻ്റെ സർഫേസിലും പോയിട്ട് ഈ സെൻട്രൽ ടെൻഡൻ ഫ്യൂസ് ചെയ്യും. ഇനി നമുക്ക് നോട്ട്സ് നോക്കാം. അപ്പോൾ നമ്മൾ ഓരോ ഒറിജിൻസ് പഠിച്ചു കഴിഞ്ഞു. ഫ്രം ദിയർ വേരിയസ് ഒറിജിൻസ് ദ ഫൈബേഴ്സ് ഓഫ് ദി മസ്കുലർ പോർഷൻ കൺവേർജ് ആൻഡ് ഇൻസേർട്ട് ഇൻ ടു ദ സെൻട്രൽ ടെൻഡൻ. എ സ്ട്രോങ് അപ്പോന്യൂറോസിസ് ലൊക്കേറ്റഡ് നിയർ ദി സെൻറ്റർ ഓഫ് ദി മസിൽ. അപ്പോന്യൂറോസിസ് എന്താണെന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി പഠിച്ചതുകൊണ്ട് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ദ സെൻട്രൽ ടെൻഡൻ ഫ്യൂസസ് വിത്ത് ദ ഇൻഫീരിയർ സർഫേസ് ഓഫ് ദ പെരികാർഡിയം ആൻഡ് പ്ലൂറ. ഇനി ഈ പിക്ചർ നോക്ക്. ഇത് സുപ്പീരിയർ വ്യൂ ഓഫ് ദ ഡയഫ്രം. ഡയഫ്രമിൻ്റെ സുപ്പീരിയർ വ്യൂ ആണ്. നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്, ഈ ഡയഫ്രത്തിന് 3 മേജർ ഓപ്പണിങ്സ് ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ ഡയഫ്രം എന്ന് പറയുന്നത് മുകളിലുള്ള തൊറാക്സിക് ക്യാവിറ്റിയും താഴെയുള്ള അബ്ഡോമിനൽ ക്യാവിറ്റിൻ്റെയും നടുക്കായിട്ടാണ് ഈ ഡയഫ്രം വരുന്നത്. അപ്പം മുകളിലുള്ള തൊറാക്സിക് ക്യാവിറ്റിയിൽ നിന്നും താഴെയുള്ള അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ നിന്നും ഉള്ള സ്ട്രക്ചേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ട് പാസ് ചെയ്യണമെങ്കിൽ ഡയഫ്രത്തിൽ ഓപ്പണിങ്സ് വേണം. 3 മേജർ ഓപ്പണിങ്സ് ആണുള്ളത്. അതാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. 3 അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അയോട്ടിക് ഹയാറ്റസ്, ഈസോഫേഗിയൽ ഹയാറ്റസ് ആൻഡ് കേവൽ ഓപ്പണിംഗ്. ഈ ഹയാറ്റസ് എന്ന് പറഞ്ഞ വേർഡ് മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിള്ളൽ, അല്ലെങ്കിൽ ഒരു ഓപ്പണിങ്, അല്ലെങ്കിൽ ഒരു പിളർപ്പ് എന്നെല്ലാം പറയാം. അപ്പോൾ അയോട്ടിക് ഹയാറ്റസിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ അയോട്ട, തൊറാക്സിക് ഡക്റ്റ് ആൻഡ് അസൈഗസ് വെയിൻ എല്ലാം ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈസോഫേഗിയൽ ഹയാറ്റസിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈസോഫേഗസും വേഗസ് നെർവും, 10th ക്രേനിയൽ നെർവ്. ഇനി ഏറ്റവും ലാസ്റ്റിലത്തത് കേവൽ ഓപ്പണിംഗ്. കേവൽ ഓപ്പണിങ്ങിലൂടെ ഇൻഫീരിയർ വീനക്കാവയാണ് പാസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോട്ട്സ് നോക്കാം. ഡയഫ്രം ഹാസ് 3 മേജർ ഓപ്പണിങ്സ് ടു വിച്ച് ദ വേരിയസ് സ്ട്രക്ചേഴ്സ് പാസ് ബിറ്റ്വീൻ ദ തൊറാക്സ് ആൻഡ് അബ്ഡോമൻ. ദീസ് സ്ട്രക്ചേഴ്സ് ഇൻക്ലൂഡ് അയോട്ട, thoracic duct and azygous vein which passes through the aortic hiatus. അടുത്തത് esophagus and vagus nerve which passes through the esophageal hiatus. 10th cranial nerve ആണ് vagus nerve. അതുപോലെ ജസ്റ്റ് കേവൽ ഓപ്പണിംഗ് എന്ന് വൈവക്കങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ ഫൊറാമൻ ഫോർ ദി വീനക്കാവ എന്ന് പറയും. ഫൊറാമൻ എന്ന് പറയുന്നത് ഓപ്പണിംഗ് എന്നാണ് കേട്ടോ അർത്ഥം. ഓൾറെഡി മുൻപുള്ള ക്ലാസ്സിൽ പറഞ്ഞു തന്നതാണ്. ഇനി നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇൻ എ കണ്ടീഷൻ കോൾഡ് ഹയാറ്റസ് ഹെർണിയ the stomach protrudes superiorly through the esophageal hiatus. നമുക്ക് സെക്കൻഡ് ഇയർ അഥവാ 3rd സെമ്മിലാണെന്ന് തോന്നുന്നു മെഡിക്കൽ സർജിക്കൽ നഴ്സിങ്ങിൻ്റെ അകത്ത് ഹയാറ്റസ് ഹെർണിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ പഠിക്കാനുണ്ട്. ഈ ഹയാറ്റസ് ഹെർണിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ്റെ അകത്ത് നമ്മുടെ ഈസോഫേഗിയൽ ഹയാറ്റസിലൂടെ സ്റ്റൊമക്ക് പ്രൊട്രൂഡ് ചെയ്യും മുകളിലൂടെ സുപ്പീരിയർലി. അതിനെയാണ് നമ്മൾ ഹയാറ്റസ് ഹെർണിയ എന്ന് പറയുന്നത്. അതാണ് ജസ്റ്റ് ഇവിടെ നിന്ന് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. ഇനി നമുക്ക് ജസ്റ്റ് ഫങ്ഷൻസ് ഓഫ് ദി ഡയഫ്രം ഒന്ന് മെൻഷൻ ചെയ്തിട്ട് പോകാം. നമുക്കിത് ഫിസിയോളജിയിലാണ് പഠിക്കാനുള്ളത്. നമ്മളിപ്പോൾ അനാട്ടമിയാണ് പഠിക്കുന്നത്. മൂവ്മെൻറ്റ്സ് ഓഫ് ദി ഡയഫ്രം ഹെൽപ്സ് റിട്ടേൺ വീനസ് ബ്ലഡ് പാസിംഗ് ത്രൂ ദി അബ്ഡോമിനൽ വെയിൻസ് ടു ദ ഹാർട്ട്. ഈ ഡയഫ്രത്തിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ട് നമ്മളെ അബ്ഡോമിനൽ വെയിൻസിലൂടെ വീനസ് ബ്ലഡ് ഹാർട്ടിലേക്ക് തന്നെ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടുഗദർ വിത്ത് ദ ആൻറ്ററോ ലാറ്ററൽ അബ്ഡോമിനൽ മസിൽസ് ദ ഡയഫ്രം ഹെൽപ്സ് ടു ഇൻക്രീസ് ഇൻട്രാ അബ്ഡോമിനൽ പ്രഷർ ടു ഇവാക്യുവേറ്റ് ദ പെൽവിക് കണ്ടൻസ് ഡ്യൂറിങ് ഡീഫിക്കേഷൻ, യൂറിനേഷൻ ആൻഡ് ചൈൽഡ് ബർത്ത്. അതായത് ഡയഫ്രമും അതുപോലെ നമ്മളെ ആൻറ്ററോ ലാറ്ററൽ അബ്ഡോമിനൽ മസിൽസ്, മുമ്പിലും സൈഡിലും ആയിട്ടുള്ള അബ്ഡോമിനൽ മസിൽസും കൂടി രണ്ടും കൂടി ചേർന്നിട്ട് ഇൻട്രാ അബ്ഡോമിനൽ പ്രഷർ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. എന്തിന്? എപ്പോൾ? ഇവാക്യുവേറ്റ് ദ പെൽവിക് കണ്ടൻറ്റ് ഡ്യൂറിങ് ഡീഫിക്കേഷൻ, യൂറിനേഷൻ ആൻഡ് ചൈൽഡ് ബർത്ത്. ഡീഫിക്കേഷൻ്റെ സമയത്തും യൂറിനേഷൻ്റെ സമയത്തും ചൈൽഡ് ബർത്തിൻ്റെ സമയത്തും നമുക്കിത് വളരെ എളുപ്പത്തിൽ പുറത്തേക്ക് തള്ളാൻ വേണ്ടിയിട്ട്
ഇൻട്രാ അബ്ഡോമിനൽ പ്രഷർ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ദിസ് മെക്കാനിസം ഈസ് ഫെർദർ അസിസ്റ്റഡ് വെൻ യു ടേക്ക് എ ഡീപ് ബ്രീത്ത് ആൻഡ് ക്ലോസ് ദ റിമാഗ്ലോട്ടിഡിസ്. റിമാഗ്ലോട്ടിഡിസ് എന്ന് പറയുന്നത് സ്പേസ് ബിറ്റ്വീൻ ദ വോക്കൽ ഫോൾഡ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഡീഫിക്കേഷൻ, യൂറിനേഷൻ, ചൈൽഡ് ബർത്ത് അത് വളരെ ഈസി ആവണമെങ്കിൽ നമ്മളൊന്ന് ഡീപ്പ് ബ്രീത്ത് എടുത്തിട്ട് റിമാഗ്ലോട്ടിഡിസ് അടച്ചു പിടിക്കണം. അതായത് വോക്കൽ ഫോൾഡിൻ്റെ ഇടയിലുള്ള സ്പേസ് അത് അടച്ചു പിടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെക്കാനിസം ഡിഫിക്കേഷൻ, യൂറിനേഷൻ, ചൈൽഡ് ബർത്ത് അത് കുറച്ചും കൂടി ഈസി ആവും. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം എഴുതിയതാണ്. ഇതൊന്നും നിങ്ങൾ എഴുതി വെക്കണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഒന്ന് വായിച്ച് ഞാൻ പറയുന്നതൊന്ന് കേട്ടിട്ട് പോയാൽ മതി. ദി ട്രാപ്ഡ് എയർ ഇൻ ദ റെസ്പിറേറ്ററി സിസ്റ്റം പ്രിവെൻറ്റ്സ് ദ ഡയഫ്രം ഫ്രം എലിവേറ്റിംഗ്. അതായത് റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ട്രാപ്ഡ് ആയിട്ടുള്ള ആ ഒരു എയർ നമ്മളെ ഡയഫ്രത്തിനെ എലിവേറ്റ് ചെയ്യുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യും. നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഡീപ്പ് ബ്രീത്ത് എടുത്തിട്ട് നമ്മളെ വോക്കൽ ഫോൾഡിൻ്റെ ഇടയിലുള്ള സ്പേസ് ക്ലോസ് ചെയ്ത് വെക്കുമെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ട്രാപ്പ് ചെയ്തിട്ടുള്ള എയർ ഈ ഡയഫ്രത്തിന് മുകളിലേക്ക് എലിവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ താഴോട്ടേക്ക് പുഷ് ചെയ്യുന്നത് പറ്റില്ലല്ലോ. അപ്പോൾ ആ എലിവേറ്റ് ചെയ്യുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദ ഇൻക്രീസ് ഇൻ ഇൻട്രാ അബ്ഡോമിനൽ പ്രഷർ ഓൾസോ ഹെൽപ്സ് സപ്പോർട്ട് ദ വെർട്ടിബ്രൽ കോളം ആൻഡ് ഹെൽപ്സ് പ്രിവെൻറ്റ് ഫ്ലെക്ഷൻ ഡ്യൂറിങ് വെയ്റ്റ് ലിഫ്റ്റിംഗ്. അതായത് ഈ ഇൻട്രാ അബ്ഡോമിനൽ പ്രഷർ കൂടുമ്പം നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിനെ സപ്പോർട്ട് ചെയ്യും. എപ്പോൾ നമ്മൾ വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ വെർട്ടിബ്രൽ കോളം ഫ്ലെക്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ദിസ് ഗ്രേറ്റ്ലി അസിസ്റ്റ് ദ ബാക്ക് മസിൽസ് ഇൻ ലിഫ്റ്റിംഗ് എ ഹെവി വെയ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ബാക്ക് മസിൽസിനെ അസിസ്റ്റ് ചെയ്യും ഇത്. അപ്പോൾ നമ്മൾ ബ്രീത്തിങ്ങിനെ അസിസ്റ്റ് ചെയ്യുന്ന തൊറാക്സിലുള്ള മസിൽസ് ഏതൊക്കെയാണെന്ന് നോക്കുന്നത്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ, അതായത് മെയിൻ ആയിട്ടുള്ള മസിൽ എന്ന് പറയുന്നത് ഡയഫ്രമാണ്. ഇനി നെക്സ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഇൻ്റർകോസ്റ്റൽസ്. ഈ ഇൻ്റർകോസ്റ്റൽസ് എന്ന് പറയുന്നത് നമ്മുടെ റിബ്സിൻ്റെ ഇടയിലുള്ള സ്പേസിനെയാണ് നമ്മൾ ഇൻ്റർകോസ്റ്റൽ സ്പേസ് എന്ന് പറയുന്നത്. അവിടെയാണ് ഈ ഇൻ്റർകോസ്റ്റൽ മസിൽസ് ഉള്ളത്. ഈ ഇൻ്റർകോസ്റ്റൽ മസിൽസ് 3 ലെയറായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽസും ഇൻറ്റേർണൽ ഇൻ്റർകോസ്റ്റൽസും ഇന്നർ മോസ്റ്റ് ഇൻ്റർകോസ്റ്റലും. ഇതിൻ്റെ അകത്ത് എക്സ്റ്റേണലും ഇൻറ്റേർണലും മാത്രമേ നമുക്കിവിടെ പഠിക്കേണ്ടുള്ളൂ. ഇന്നർ മോസ്റ്റ് ഇൻ്റർകോസ്റ്റൽ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ട് പോകാം. നമുക്ക് മെയിനായിട്ട് എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽസും ഇൻറ്റേർണൽ ഇൻ്റർകോസ്റ്റൽസും മാത്രമേ പഠിക്കേണ്ടുള്ളൂ. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ലെയറായ എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ 11 pairs ഓഫ് എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽസ് ഒക്യുപ്പൈ ദ സൂപ്പർഫിഷ്യൽ ലെയർ ആൻഡ് ദിയർ ഫൈബേഴ്സ് റൺ ഇൻ ആൻ ഒബ്ലിക് ഡയറക്ഷൻ. ഈ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഫൈബേഴ്സ് ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നതെന്ന് പറയാൻ പറ്റും. ഇൻറ്റീരിയർലി ആൻഡ് ആൻറ്റീരിയർലി. ഒബ്ലിക് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ചരിഞ്ഞിട്ട്, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇനി ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലാസ് വളരെ ദീർഘിക്കുക ചെയ്യാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം. ചരിഞ്ഞിട്ട് ഇൻറ്റീരിയർലി ഉള്ളിലേക്ക് ആൻഡ് ആൻറ്റീരിയർലി മുമ്പിൽ, ഫ്രം ദി റിബ് എബവ് ടു ദ റിബ് ബിലോ. അതിൻ്റെ ഡയറക്ഷൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. മുകളിലുള്ള റിബിന്ന് താഴത്തെ റിബിലേക്ക് ഓബ്ലിക് ഡയറക്ഷനിൽ ഇൻറ്റീരിയർലി ആൻഡ് ആൻറ്റീരിയർലി. ഇങ്ങനെയാണ് എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽസിൻ്റെ പോക്ക്. ഞാൻ നോട്ട്സ് തരാം, നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് നോക്കിയിട്ട് ആദ്യം മനസ്സിലാക്കുക കേട്ടോ. ദേ എലിവേറ്റ് ദ റിബ്സ് ഡ്യൂറിങ് ഇൻഹലേഷൻ ടു ഹെൽപ്പ് എക്സ്പാൻഡ് ദ തൊറാക്സിക് ക്യാവിറ്റി. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അതായത് എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റലിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദേ എലിവേറ്റ് ദ റിബ്സിനെ എലിവേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ശ്വാസം ഉള്ളിൽ എടുക്കുന്ന സമയത്ത്, ഇൻഹലേഷൻ്റെ സമയത്ത് തൊറാക്സിക് ക്യാവിറ്റീനെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് വൺ ഇൻറ്റേർണൽ ഇൻ്റർകോസ്റ്റൽ. അതും 11 pairs ഉണ്ട്. 11 pairs ഓഫ് ഇൻറ്റേർണൽ ഇൻ്റർകോസ്റ്റൽ ഒക്യുപ്പൈ ദ ഇൻ്റർമീഡിയറ്റ് ലെയർ ഓഫ് ദി ഇൻ്റർകോസ്റ്റൽ സ്പേസസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ളത്, ഏറ്റവും സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ വരുന്നതാണ് ഇൻ്റർമീഡിയറ്റ് ലെയർ. അതാണ് ഇൻറ്റേർണൽ ഇൻ്റർകോസ്റ്റൽസ്. അതിൻ്റെ ഉള്ളിലാണ് ഇന്നർ മോസ്റ്റ് ഇൻ്റർകോസ്റ്റൽ വരുന്നത്. ഇപ്പോൾ പറയുന്നത് ഇൻറ്റേർണൽ ഇൻ്റർകോസ്റ്റൽസ് ആണ്. ഇത് ആദ്യം പറഞ്ഞ എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽസിന് റൈറ്റ് ആംഗിൾസ് ആയിട്ടാണ് ഇതിൻ്റെ ഫൈബേഴ്സ് റൺ ചെയ്യുന്നത്. The fibers of these muscles run at right angles to the external intercostals in an oblique direction interiorly and posteriorly from the inferior border of the rib above to the superior border of the rib below. നിങ്ങൾക്ക് ആ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഈ പിക്ചർ നോക്കിയിട്ട് തന്നെ നിൽക്കണം, എന്നാലേ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. എന്നിട്ട് പിന്നെ നിങ്ങൾ നോട്ട്സ് നോക്കിയാൽ മതി. ഫൈബേഴ്സ് ഓഫ് ദീസ് മസിൽസ് റൺ അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ നോക്കാം. അതിൻ്റെ 90 ഡിഗ്രിയിലാണ് ഈ ഇൻറ്റേർണൽ ഇൻ്റർകോസ്റ്റൽ റൺ ചെയ്യുന്നത്, അതിൻ്റെ ഫൈബേഴ്സ് റൺ ചെയ്യുന്നത്. ഇൻ ആൻ ഒബ്ലിക് ഡയറക്ഷൻ, ഒബ്ലിക് തന്നെയാണല്ലോ, ചരിഞ്ഞിട്ട് തന്നെയാണല്ലോ ഓടുക. ഇൻറ്റീരിയർലി ആൻഡ് പോസ്റ്റീരിയർലി, ഉള്ളിലേക്കും പോസ്റ്റീരിയർലി ബാക്കിലേക്കും. ഫ്രം ദ ഇൻഫീരിയർ ബോർഡർ ഓഫ് ദി റിബ് എബവ്, മുകളിലുള്ള റിബിൻ്റെ ഇൻഫീരിയർ ബോർഡർ, ടു ദി സുപ്പീരിയർ ബോർഡർ ഓഫ് ദി റിബിലോ, താഴത്തെ റിബിൻ്റെ സുപ്പീരിയർ ബോർഡറിലേക്ക്. മുകളിലുള്ള റിബിൻ്റെ തൊട്ട് താഴേന്ന് താഴത്തെ റിബിൻ്റെ തൊട്ട് മുകളിൽ വരെ
മനസ്സിലായോ? ഇനി ഈ മസിൽസിൻ്റെ ഇൻറ്റേർണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ദേ ഡ്രോ അഡ്ജസൻറ്റ് റിബ്സ് ടുഗദർ ഡ്യൂറിങ് ഫോഴ്സ്ഡ് എക്സ്ഹലേഷൻ. ഫോഴ്സായിട്ട് പെട്ടെന്ന് നമ്മൾ ശ്വാസം ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന സമയത്ത് അടുത്തടുത്തുള്ള റിബ്സിനെ കൂടുതൽ അടുത്തോട്ടേക്ക് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ടു ഡിക്രീസ് ദ സൈസ് ഓഫ് ദി തൊറാസിക് ക്യാവിറ്റി. അതായത് നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് തൊറാസിക് ക്യാവിറ്റീൻ്റെ സൈസ് കുറക്കാൻ വേണ്ടിയിട്ട് എല്ലാ റിബ്സിനെയും അടുത്തടുത്തുള്ള റിബ്സിനെ കൂടുതൽ അടുപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ആര്? ഇൻറ്റേർണൽ ഇൻ്റർകോസ്റ്റൽസ്. ഇനി നമുക്ക് നോട്ട്സ് നോക്കാം. അതർ മസിൽസ് ഇൻവോൾവ് ഇൻ ബ്രീത്തിങ് ആർ കോൾഡ് ഇൻ്റർകോസ്റ്റൽസ്. അതായത് നമ്മൾ ഇപ്പം ഡയഫ്രമാണ് ഫസ്റ്റ് പഠിച്ചത്, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പറയുന്നതാണ് ഇൻ്റർകോസ്റ്റൽസ്. സ്പാൻ ദ ഇൻ്റർകോസ്റ്റൽ സ്പേസസ്, ദ സ്പേസസ് ബിറ്റ്വീൻ ദ റിബ്സിൻ്റെ ഇടയിലുള്ള സ്പേസിനെയാണ് ഇൻ്റർകോസ്റ്റൽ സ്പേസ് എന്ന് പറയുന്നത്. അവിടെയുള്ള മസിൽസിനെയാണ് ഇൻ്റർകോസ്റ്റൽ മസിൽസ് എന്ന് പറയുന്നത്. These muscles are arranged in 3 layers. ഒന്നാമത്തത് the 11 pairs of external intercostals occupy the superficial layer and their fibers run in an oblique direction interiorly and anteriorly from the rib above to the rib below. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് they elevate the ribs during inhalation to help expand the thoracic cavity. ഇനി അടുത്ത ലെയർ എന്ന് പറയുന്നത് the 11 pairs of internal intercostals occupy the intermediate layer of the intercostal spaces. The fibers of these muscles run at right angles to the external intercostals in an oblique direction interiorly and posteriorly from the inferior border of the rib above to the superior border of the rib below. ഇനി അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് they draw adjacent ribs together during forced exhalation to help decrease the size of the thoracic cavity. നമ്മൾ സാധാരണ സമാധാനത്തിൽ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുമ്പോൾ ഈ ഡയഫ്രം ആൻഡ് എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ദി ഡയഫ്രം ആൻഡ് എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസ് ആർ യൂസ്ഡ് ഡ്യൂറിങ് ക്വയറ്റ് ഇൻഹലേഷൻ ആൻഡ് എക്സ്ഹലേഷൻ. പക്ഷേങ്കിൽ നമ്മൾ ഫോഴ്സ്ഫുൾ ഇൻഹലേഷൻ ആണെങ്കിൽ, അതായത് ഡ്യൂറിങ് എക്സസൈസ് ഓർ പ്ലേയിങ് എ വിൻഡ് ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ സ്റ്റേർണോക്ലീഡോമാസ്റ്റോയിഡ്, സ്കാലീൻ ആൻഡ് പെക്ടറാലിസ് മൈനർ മസിൽസ് ആർ ഓൾസോ യൂസ്ഡ്. ഡ്യൂറിങ് ഡീപ്പ് ഫോഴ്സ്ഫുൾ എക്സ്ഹലേഷൻ ആണെങ്കിലോ പുറത്തേക്ക് വിടുമ്പം ദ എക്സ്റ്റേണൽ ഒബ്ലിക്, ഇൻറ്റേർണൽ ഒബ്ലിക്, ട്രാൻസ്വേഴ്സസ് അബ്ഡോമിനിസ്, റെക്ടസ് അബ്ഡോമിനിസ് ആൻഡ് ഇൻറ്റേർണൽ ഇൻ്റർകോസ്റ്റൽസ് ആർ ഓൾസോ യൂസ്ഡ്. ഇതിൽ 3 പോയിൻ്റ് ആയിട്ടാണ് പറഞ്ഞത്. ഒന്നാമത് നമ്മൾ സമാധാനത്തിൽ ക്വയറ്റായിട്ടുള്ള ഇൻഹലേഷൻ ആൻഡ് എക്സലേഷനിൽ യൂസ് ചെയ്യുന്നത് ഡയഫ്രമും എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസുമാണ്. രണ്ടാമത് നമ്മൾ ഫോഴ്സ്ഫുൾ ഇൻഹലേഷനും മൂന്നാമത് ഫോഴ്സ്ഫുൾ എക്സലേഷനും, ശക്തിയിലുള്ള ഇൻഹലേഷന് രണ്ടാമത് പറഞ്ഞ മസിൽസും കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെ? സ്റ്റേർണോക്ലീഡോമാസ്റ്റോയിഡ്, സ്കാലീൻ ആൻഡ് പെക്ടറാലിസ് മൈനർ മസിൽസ്. മൂന്നാമത്തേൽ ഡ്യൂറിങ് ഡീപ്പ് ഫോഴ്സ്ഫുൾ എക്സ്ഹലേഷൻ ആണെങ്കിൽ എക്സ്റ്റേണൽ ഒബ്ലിക്കും ഇൻറ്റേർണൽ ഒബ്ലിക്കും, ട്രാൻസ്വേഴ്സസ് അബ്ഡോമിനിസ്, റെക്ടസ് അബ്ഡോമിനിസ് ആൻഡ് ഇൻറ്റേർണൽ ഇൻ്റർകോസ്റ്റൽസ് ആർ ഓൾസോ യൂസ്ഡ്. ഓക്കെ, ഈ മസിൽസിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു 3 ലെയേഴ്സാണ് എന്ന്. അതിൽ ആദ്യത്തെ 2 ലെയർ പറഞ്ഞു, എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽസും ഇൻ്റർമീഡിയറ്റ് ലെയറായ ഇൻറ്റേർണൽ ഇൻ്റർകോസ്റ്റലും. ഇത് ഏറ്റവും ഉള്ളിലുള്ള ഇന്നർമോസ്റ്റ് ഇൻ്റർകോസ്റ്റൽ മസിലാണ് പറയുന്നത്. ഇന്നർമോസ്റ്റ് ലെയറായ ഇൻ്റർകോസ്റ്റൽ മസിൽസ്. ഇറ്റ് ഒറിജിനേറ്റ് ഫ്രം ദി ഇന്നർ സർഫേസ് ഓഫ് ദി കോസ്റ്റൽ ഗ്രൂവ് ഓഫ് ദി റിബ്സ്. നമ്മൾ ഓൾറെഡി റിബ്സ് പഠിക്കുന്ന സമയത്ത് ഈ കോസ്റ്റൽ ഗ്രൂവ് എല്ലാം പഠിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഡീപ്പ് ടു ദി ഒറിജിൻ ഓഫ് ദി ഇൻറ്റേർണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസ്. ഇൻറ്റേർണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസിൻ്റെ ഒറിജിൻ്റെ അവിടം വരെ. ദ ഫൈബേഴ്സ് ഓഫ് ദീസ് മസിൽസ് റൺ. ഇനി ഇതിൻ്റെ ഫൈബേഴ്സ് എങ്ങോട്ടേക്കാണ് റൺ ചെയ്യുന്നത്? ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? പോസ്റ്റീരിയർ, ഇൻഫീരിയർലി ആൻഡ് മീഡിയലി. ഇനി ഇതിൻ്റെ ഇൻസേർഷൻ എന്ന് പറയുന്നത് ഇൻസേർട്ട് ടു ദി സുപ്പീരിയർ ബോർഡർ ഓഫ് ദി ഇൻഫീരിയർ റിബ്. ഇൻഫീരിയർ റിബിൻ്റെ സുപ്പീരിയർ ബോർഡറിലാണ് ഇത് ഇൻസേർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പം പഠിച്ച മസിൽസിൻ്റെ ഒറിജിനും ഇൻസേർഷനും ആക്ഷനും ഇന്നർവേഷനുമാണ്. ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. പിക്ചർ നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് ബൈഹാർട്ടാക്കിയിട്ട് പഠിക്കാം. മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ബൈഹാർട്ടാക്കിയിട്ട് പഠിക്കാം. പിന്നെ എന്തെങ്കിലും ഷോർട്ട് കട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും പഠിക്കാം. പക്ഷേ ആദ്യം നിങ്ങളിത് മനസ്സിലാക്കി വെക്കണം. നല്ലോണം മനസ്സിലായി എന്ന് ഉറപ്പാണെങ്കിൽ ഇത് നിങ്ങളെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് എപ്പോഴും തരുന്നത് പോലെ റിലേറ്റിംഗ് ദ മസിൽസ് ടു ദ മൂവ്മെൻറ്റ്, അറേഞ്ച് ദ മസിൽസ് അക്കോർഡിംഗ് ടു ദ ഫോളോയിങ് ആക്ഷൻ. താഴെയുള്ള ആക്ഷൻ അനുസരിച്ചിട്ട് ഓരോ മസിൽസും നിങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കാം. എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്ന പോലെ തന്നെയാണ്. നിങ്ങൾ ആദ്യം ഫസ്റ്റിലത്തെ ആക്ഷൻ എടുക്കുക. എന്താണ്? ഇൻക്രീസ് ഇൻ വെർട്ടിക്കൽ ലെങ്ത്ത്. അത് ഡയഫ്രം അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽസ് അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഇൻറ്റേർണൽ ഇൻ്റർകോസ്റ്റൽസ് അതിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? അതിൻ്റെ ആക്ഷൻസ് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഓരോ ആക്ഷൻസിനും അനുസരിച്ചിട്ട് ഓരോ മസിൽസും അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മസിൽസ് ഓഫ് ദി തൊറാക്സ് ദാറ്റ് അസിസ്റ്റ് ഇൻ ബ്രീത്തിങ് പഠിച്ചു കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കട്ടോ. താങ്ക് യു.